തിരുവനന്തപുരം ജനറൽ ആശുപത്രി മുതൽ പാറ്റൂർ വരെയുള്ള റോഡിൽ റോഡ് സേഫ്റ്റി കമ്മീഷണർ പരിശോധന നടത്തണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ. അശാസ്ത്രീയമായ രൂപകൽപ്പനയും ഗതാഗത ക്രമീകരണങ്ങളിലെ അപാകതകളും കാരണം ഇവിടെ അപകടങ്ങൾ വർദ്ധിക്കുകയാണെന്നുള്ള പരാതിയിലാണ് ഇടപെടൽ. റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയത ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണമെന്നും കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നു. തിരുവനന്തപുരം ജനറൽ ആശുപത്രി പാറ്റൂർ റോഡിലെ അശാസ്ത്രീയ രൂപകൽപ്പനയും ഗതാഗത ക്രമീകരണങ്ങളിലെ അപാകതകളും കാരണം അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. അപകടങ്ങൾ വർദ്ധിക്കുന്നതായ പരാതി റോഡ് സേഫ്റ്റി കമ്മീഷണർ തലത്തിൽ അടിയന്തരമായി പരിശോധിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടിട്ടുണ്ട്. ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ നിയോഗിച്ച് സ്ഥലം പരിശോധിക്കണം. കേരള റോഡ് ഫണ്ട് ബോർഡ് ജനറൽ മാനേജറും ട്രാഫിക് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറും പരിശോധനയിൽ പങ്കെടുക്കണം. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റോഡ് സേഫ്റ്റി കമ്മീഷണർ യോഗം വിളിക്കണം. റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട ഏജൻസികളെ കണ്ടെത്തി പരിഹാര മാർഗങ്ങൾ തേടണം. ഉദ്യോഗസ്ഥതല യോഗത്തിന്റെ തീരുമാനം 1 മാസത്തിനകം റോഡ് സുരക്ഷാ കമ്മീഷണർ കമ്മീഷനെ അറിയിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. റോഡ് ഫണ്ട് ബോർഡ് സിഇഒയും റിപ്പോർട്ട് നൽകണം. ഇക്കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് കാറിടിച്ച് ഇരുചക്രവാഹനത്തിൽ സഞ്ചരിച്ച മലയൻകീഴ് സ്വദേശി പ്രശാന്ത് കുമാറിന്റെ വലതുകാൽ അറ്റുപോയ സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തോ എന്ന് വഞ്ചിയൂർ SHO കമ്മീഷനെ അറിയിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശമുണ്ട്. റോഡ് സേഫ്റ്റി കമ്മീഷണർ, റോഡ് ഫണ്ട് ബോർഡ് സിഇഒ എന്നിവരുടെ പ്രതിനിധികളും വഞ്ചിയൂർ SHOയും സെപ്റ്റംബർ 3 കമ്മീഷൻ ഓഫീസിൽ നടക്കുന്ന സിറ്റിംഗിൽ ഹാജരാകണമെന്നും കമ്മീഷൻ അറിയിച്ചു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. ജനം, തിരുവനന്തപുരം.